പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഉമ്മു അതിയ. തിന്മ വെടിഞ്ഞ് നന്മയിലേക്ക് കുതിക്കുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഭയാനകമായ നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷയും സ്വർഗപ്രവേശനവുമാണല്ലോ. പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിധേയമായി തിന്മകൾ ത്യജിച്ച് നന്മകൾ ആർജിക്കുകയും ചെയ്യുക. അപ്പോഴാണ് സ്വർഗപ്രവേശനം പ്രാപ്യമാവുക. ഓരോ ചെറിയ നന്മകളും വലിയ നന്മയിലേക്ക് എത്തിച്ചേരും. ഓരോ തിന്മയും വലിയ തിന്മയിലൂടെ കൂമ്പാരം തന്നെ സൃഷ്ടിച്ചേക്കാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അപ്പോൾ ഏതൊരാളുടെ തുലാസ് കനം കൂടിയോ അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്. ആരുടെ തുലാസ് കനം കുറഞ്ഞുവോ അവൻ്റെ സങ്കേതം ഹാവിയയാണ്. വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ. നിന്നെ അറിയിച്ചത് ആ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നാറുൻ ഹാമിയ, കഠിന ചൂടുള്ള നരകാഗ്നിയാണെന്ന്. അപ്പോൾ ഏത് ചെറിയതായാലും നമ്മൾ ചെയ്യുന്ന നന്മകളുടെ കനമനുസരിച്ചായിരിക്കും നമുക്ക് സ്വർഗം കിട്ടുക. നമ്മൾ ചെയ്യുന്ന നന്മകളുടെ കമ്മിയായിരിക്കും നമ്മെ ചൂട് വർദ്ധിക്കുന്ന നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയിരുന്നു. അതുപോലെ നാവിന് കനം കുറഞ്ഞതും തുലാസിൽ കനം കൂടിയതുമായ 2 വചനങ്ങൾ നബി പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതുപോലെ നബി സുബ്ഹാനല്ലാഹ് എന്ന് 100 പ്രാവശ്യം പാരായണം ചെയ്താൽ, 100 പ്രാവശ്യം ഉരുവിട്ടാൽ അയാൾക്ക് 1000 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തുമെന്നും അതല്ലെങ്കിൽ 1000 തിന്മകളെ മായ്ച്ചു കളയുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു അങ്ങേയറ്റത്തെ ദിക്റാണ്. ഏറ്റവും വലിയ ദിക്റാണ് പരിശുദ്ധ ഖുർആൻ. അത് ദിവസവും പാരായണം ചെയ്യാൻ നബി നമ്മോട് കൽപ്പിച്ചു. ഇത്തരം ദിക്റുകളും പരിശുദ്ധ ഖുർആനും ഉരുവിട്ടുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് സ്വർഗം വരിക്കാനുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.